ബേസിക്കലി ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച ആളാണ്. അച്ഛൻ മ്യൂസിക് ടീച്ചറാണ്. ഞാൻ പൊൻപടിയിൽ ആട് ആട് ആടാട്. ഈ സിനിമയോടുള്ള ഭ്രാന്ത് കൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു 20ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ നാടകത്തിന് പ്രൊഫഷണൽ നാടകത്തിന് മ്യൂസിക് ചെയ്തു. മില്ലേനിയായിട്ട് കൊളാബറേറ്റ് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മില്ലേനിയം മ്യൂസിക് സ്റ്റുഡിയോ ആയിട്ട്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു ഞാൻ. 165ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. 2017 ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. പത്മവ്യൂഹത്തിൽ അഭിമന്യു. OTT ഒരുപാട് ആന്തോളജി മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇപ്പോൾ 2 പടം ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങാനിരിക്കുന്ന പടം ജൂനിയേഴ്സ് ജേണി. വലിയ പടങ്ങളല്ല, നമ്മൾ പതുക്കെ പിച്ച് വെച്ച് ഇങ്ങനെ വരികയാണ്. മേലടി സബ്ജക്റ്റിൽ ഞാൻ 7 തവണ കലാപ്രതിഭയാണ്. മലബാർ ഭാഗത്ത് വലിയ കാതികനായിരുന്നു അച്ഛൻ ഇങ്ങനെ 500 ഭാര്യക്ക് കസേരയിരിക്കും. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് പാടി കൊടുക്കും. അമ്മ പഠിപ്പിച്ചൊരു പാട്ട്. ഏടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. സൈനികയുടെ വെള്ളിമേഘം എന്ന് പറഞ്ഞ സിനിമയിൽ 2 തമിഴ് പാട്ട് ഞാൻ പാടി. പാട്ടുകാർ തന്നെ പെട്ടെന്നാണ് ഒരാളെ ഭാവി ഒരു നിമിഷം കൊണ്ടാണ് മാറി മറിയുന്നതൊക്കെ. നമുക്ക് അവസരങ്ങൾക്ക് വളരെ കുറവായിരുന്നു. എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ഐഡിയ സ്റ്റാർ സിംഗിലെത്തുന്നത്. നമുക്ക് എപ്പോഴും നമ്മളിപ്പോൾ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ നമ്മളെ ഉയർത്തിപ്പിടിക്കാൻ ചിലപ്പം ഏതെങ്കിലും കൈകൾ വേണ്ടി വരും. അതൊക്കെ അങ്ങനെ ഒരു വലിയ എനിക്ക് ഭാഗ്യം കൊണ്ടുതരുന്ന ഒരാളാണ്. പാട്ടുകാരനായാലും അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന ആളായാലും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. സംഗീത മിലൻ കാ ഭൂൽ ന ജാനാ മേരാ പ്യാർ നാ बिसराना जब दीप जले आना जब शाम ढले आना. ഹായ്, നമസ്കാരം. JC സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റോറി ബിഹൈൻഡ് യു. ഇന്നത്തെ നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം മ്യൂസിക് ഡയറക്ടറാണ് അല്ലേ? അതെ, മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിനെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് കിട്ടിയതാണ്. വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് സേനു ചാവക്കാടൻ. എനിക്ക് മറക്കാൻ പറ്റില്ല, കാരണം പുള്ളിയുടെ പേര് എല്ലായിടത്തും പരാമർശിക്കേണ്ട ഒരു അവസ്ഥയാണ്. പുള്ളിയാണ് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിളിച്ച് ഇങ്ങനെ 2 പേരെ എനിക്ക് തന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. സച്ചിൻ സായി ബാലൻ. നമുക്ക് ആദ്യം JC സ്റ്റുഡിയോയിലെ പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. സാറിപ്പോൾ എത്ര വർഷമായിട്ട്? ബേസിക്കലി ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച ആളാണ്. അച്ഛൻ മ്യൂസിക് ടീച്ചറാണ്. അമ്മയും പാടും. കോഴിക്കോടാണോ? അതെ, കോഴിക്കോടാണ്. കോഴിക്കോട് എവിടെയാണ് സ്ഥലം? കോഴിക്കോട് കൊയിലാണ്ടി മാപ്പിയൂർ എന്ന സ്ഥലത്താണ്. ഞാൻ ചോദിക്കാൻ കാരണം എൻ്റെ ഒരു ഗോഡ് ഫാദർ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പേര് സനൽ എന്നാണ്. സനലേട്ടൻ കോഴിക്കോടാണ്. പക്ഷെ ഇപ്പൊ തൃശ്ശൂർ എന്ന വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു അവര്. സനലേട്ടൻ്റെ അനിയൻ സമറേട്ടൻ്റെ ഒരു കട്ടുണ്ട്. പുള്ളി ഗൾഫിൽ തന്നെയാണ് അവരൊക്കെ. ഇനി അവരെ വല്ല ബന്ധമാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ചോദിച്ചാണ് 2 പേരും ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ കോഴിക്കോടാണ്. നിങ്ങൾ ഫാമിലി മ്യൂസിക് എല്ലാവരും മ്യൂസിക്കിൽ തന്നെയാണ്. അത് ശരി. അനിയത്തി മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ അച്ഛനൊരു മ്യൂസിക് ടീച്ചറായിരുന്നു. ചെറിയച്ഛൻ മ്യൂസിക് ടീച്ചറാണ്. എല്ലാവരും മ്യൂസിക് ടീച്ചേഴ്സ് തന്നെയാണ്. ആണല്ലേ? ഞാൻ ആ ടീച്ചറല്ലാതേ ഉള്ളൂ. എനിക്ക് ഈ സിനിമയോടുള്ള ഭ്രാന്ത് കൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു 20ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ നാടകത്തിന് പ്രൊഫഷണൽ നാടകത്തിന് മ്യൂസിക് ചെയ്തു. കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന് കോഴിക്കോട് രംഗഭാഷകൻ്റെ. അന്ന് എനിക്ക് 19 വയസ്സേ ഉള്ളൂ. അന്നേരം ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുന്നത്. അന്ന് തുടങ്ങിയതാണ് സംഗീതയാത്ര. ഇങ്ങനെ പിന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൽബംസ്. പിന്നെ മില്ലേനിയായിട്ട് കൊളാബറേറ്റ് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മില്ലേനിയം മ്യൂസിക് സ്റ്റുഡിയോ ആയിട്ട്. പിന്നീടാണ് ബേസിക്കലി എന്നെ ചിലപ്പോൾ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു ഞാൻ. ചിലപ്പോൾ മറന്നതായിരിക്കും. സ്റ്റാർ സിംഗർ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. സെമി ഫൈനൽ വരെ എത്തിയ ഒരാളായിരുന്നു. സായി ഫേസ് വളരെ ഫെമിലിയർ ആയിട്ട് ഫീൽ. ചിലപ്പോൾ ഇതായിരിക്കും. അന്ന് TV നിറഞ്ഞിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു 165ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത്രയും പാട്ടുകൾ പാടുമ്പോൾ ഏകദേശം ഒരു വർഷത്തോളം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആർട്ടിസ്റ്റ് ആയിരിക്കും. കാരണം പെട്ടെന്ന് ഇങ്ങനെ വണ്ടി വന്നു, കൂടെ വേറൊരാളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വെച്ച് ആർട്ടിസ്റ്റ് ആയിരിക്കും എന്നൊരു ചിന്താഗതിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ സമറേട്ടൻ്റെയും സനലേട്ടൻ്റെ ഒക്കെ ഒരു ഫേസും നിങ്ങളുടെ ടോൺ കോഴിക്കോടുകാരായിട്ടുള്ള സാമ്യമായിരിക്കും. മേ ബി ആയിരിക്കും. അതെ 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 അതെ. സിനിമയിലേക്കുള്ള ഒരു സിനിമയിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് 2017 ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. പത്മവ്യൂഹത്തിൽ അഭിമന്യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിമന്യുടെ കഥ ബേസ് ചെയ്തുകൊണ്ട് വിനീഷ് ആരാധ്യ എന്നൊരു ഡയറക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പടം. പൊളിറ്റിക്കൽ ഇതിലേക്ക് വന്ന സിനിമയാണ്. അതിനാണ് ആദ്യം അതിൽ 2 പാട്ടുകളും പിന്നെ അതിൻ്റെ ത്രൂ ഔട്ട് സ്കോറും ചെയ്യുന്നത്. അതിനു മുമ്പേ ഞാൻ ചെറിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ നിർഭാഗ്യവശാൽ വെളിച്ചം കാണാതെ പോകും. അതൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അങ്ങനെ
കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് അത് തിയേറ്റർ റിലീസ് വരുന്ന പടം അതായിരുന്നു. OTT ഇതിനു വേണ്ടി ഒരുപാട് ആന്തോളജി മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർഷം ഇപ്പോൾ 2 പടം ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് തെളിവ് സഹിതം എന്ന് പറഞ്ഞിട്ട് നിശാന്ത് സാഗർ, മേജർ രവി, അതേപോലെ നമ്മളെ അബു സലീം അവരൊക്കെ മെയിൻ ക്യാരക്ടർ ചെയ്ത ഒരു പടം തിയേറ്ററിൽ റിലീസായിട്ടുണ്ടായിരുന്നു. പിന്നെ OTT അതുപോലെ ഉയിരിൻ ഉയിരെ എന്ന് പറഞ്ഞിട്ട് ഉയിരിൻ ഉയിരെ അഫിൻ മാത്യു ആണ് അതിൻ്റെ. നല്ല മൂവിയായിരുന്നു. അത് നല്ലൊരു ഒരു ലവ് സ്റ്റോറി സിനിമയായിരുന്നു. അതും അങ്ങനെ കഴിഞ്ഞതിൽ ഇറങ്ങിയത്. ഇറങ്ങാനിരിക്കുന്ന പടം ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞിട്ട്. ഓ, ജൂനിയേഴ്സ് ജേണിയിൽ സായാണ് ചെയ്തതല്ലേ? ഓ ശരി, ഞാൻ അതിന്റെ പ്രൊമോഷന് ഞാൻ ഉണ്ടായിരുന്നു. അതെല്ലേ? ഞാൻ അതിൻ്റെ അകത്ത് ഹോസ്റ്റ് ചെയ്ത് ഞാനായിരുന്നു പ്രൊമോഷൻ ആണ് ചെയ്തിരുന്നത്. അതിലൊരു പാട്ടേ ഉള്ളൂ, അത് മുമ്പ് ആരോ ചെയ്തതാണ്. പിന്നെ ഒരു ഏട്ടൻ എന്ന് പറഞ്ഞ സിനിമ വിജയ് സാറ് അഭിനയിച്ച പടം, അത് ഇറങ്ങിയില്ല, ഇറങ്ങാനിരിക്കുന്നു. അത് കുട്ടികളുടെ. അതെ അതെ, കുട്ടികളുടെ സിനിമ. അങ്ങനെ കുറച്ച് വലിയ പടങ്ങളല്ല, നമ്മൾ പതുക്കെ പിച്ച് വെച്ച് ഇങ്ങനെ വരികയാണ് സിനിമയിലേക്ക്. അല്ല, അത്രേ ഉള്ളൂ. കാരണം എന്നാലും ഇത്രയും ഒരു 19 വയസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. 19 വയസ്സിൽ നിന്ന് ഈ ഒരു ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും നഷ്ടബോധമില്ല എന്ന് തന്നെ പറയാം അല്ലേ? കാരണം ഞാൻ മ്യൂസിക്കിൽ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ശാഖയിൽ മാത്രമായിട്ടല്ല. ഞാനിപ്പം ലൈവ് ഷോ ചെയ്യുന്നുണ്ട്. ഇപ്പം കുറേ കാലം ദുബായിലായിരുന്നു. ദുബായ് മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ഷോസ് ദുബായിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോ ലൈവും എല്ലാത്തിലും ഇങ്ങനെ ഇപ്പം ലൈവ് എന്നാണ് കുറച്ച് മാറിയിരിക്കുന്നത്. കാരണം നമ്മൾ സ്റ്റുഡിയോ ആയതുകൊണ്ട് ഇപ്പം സിനിമ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ റൂമിനുള്ളിൽ തന്നെ ആയിരിക്കുമല്ലോ. മനസ്സിലായി. കുറച്ച് ലൈവിൽ നിന്ന് മാറിയുന്നുണ്ട്. എന്നാലും ലൈവിലൊക്കെ നല്ല പാടിയിരുന്ന ആളായിരുന്നു ആദ്യം. 2017 സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 19 വയസ്സ് തുടങ്ങിയിട്ടാണ് ഒരു തിരിച്ചറിവ് സംഗീതം എൻ്റെ സിരകളിൽ ഓടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. 19 വയസ്സിലല്ല, ഞാൻ കുട്ടിയായ ഞാൻ കുഞ്ഞായ സമയത്ത് എന്നെ ഇപ്പം മേലടി സബ് ജില്ലയിൽ ഞാൻ 7 തവണ കലാപ്രതിഭയാണ്. 4ാം ക്ലാസ് തൊട്ട് LP തൊട്ട് കലാപ്രതിഭയാണ് ഞാൻ. അത് ശരി. കോഴിക്കോട് ഡിസ്ട്രിക്ട് കലാപ്രതിഭയായിട്ടുണ്ട്. താരമാണല്ലേ സ്കൂളിൽ? എന്റെ സിസ്റ്ററും ഞങ്ങള് അതൊരു അന്നത്തൊക്കെ പത്രങ്ങളാണല്ലോ അന്ന്. അത്രേ ഉള്ളൂ. പിന്നെ ലൈറ്റ് മ്യൂസിക് വിന്നർ ആയിരുന്നു സ്റ്റേറ്റില് 2 തവണ ലൈറ്റ് മ്യൂസിക് വിന്നർ. ഒരു കാര്യമുണ്ട് എന്നോട് ചോദിക്കാൻ, അന്നേ സ്കൂളിലെ ഹീറോ ആയിരുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ ഗ്ലാമർ വെച്ചിട്ട് അന്നേ നിങ്ങൾ സ്കൂളിലെ താരമാണ്. ഒരുപാട് പെൺപിള്ളേരൊക്കെ പുറകെ തന്നെ ആയിരുന്നിരിക്കില്ല? പെൺപിള്ളേർ ഞാൻ എപ്പോൾ സൈനൊക്കെ പറയും. നമ്മളെ എന്താ വെച്ചാൽ ഇവർ പറയുന്നതാണ് ഇപ്പോൾ സായി ഒരു പാവമാണ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. വലിയ പെൺപിള്ളേർ പിന്നാലെയൊന്നും പോകാറൊന്നുമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് അതൊരു പേഴ്സണലി ചോദിച്ചെന്നുള്ളൂ. അച്ഛൻ, അമ്മ ഇവരെല്ലാം സംഗീത. അതെ, എല്ലാവരും. ചെറിയച്ഛൻ മാപ്പിയൂർ ഹൈസ്കൂൾ. എങ്ങനെ ഒരു സംഗമം അതെനിക്ക് മനസ്സിലാവില്ല. അത് പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛനും വലിയ കളരി ഗുരുക്കളായിരുന്നു. അതേപോലെ സംഗീതജ്ഞനായിരുന്നു. അച്ഛൻ സംഗീതം ഉണ്ടായിരുന്നു. അമ്മ എങ്ങനെ സംഗീതത്തിലേക്ക് വന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ആയതാണോ അല്ലെങ്കിൽ സംഗീത ഫാമിലി ആയിരുന്നു? മ്യൂസിക് തമ്മിലുള്ള ബന്ധം തന്നെയാണ് തമ്മിലുള്ളത്. അവര് ലവ് മാരേജ് ആയിരുന്നു. അച്ഛൻ ആകാശവാണിക്ക് വേണ്ടിയൊക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ അച്ഛൻ്റെ ലളിത സംഗീത പാടമൊക്കെ ഉണ്ടായിരുന്നു. മാപ്പിയൂർ ബാലൻ എന്നാണ്, മലബാർ ഭാഗത്തെ വലിയ കാതികനായിരുന്നു അച്ഛൻ. അപ്പൊ അച്ഛൻ്റെ പാട്ടുകളൊക്കെ ലളിത സംഗീത പാഠത്തിലൊക്കെ അധികം അമ്മയും വിദ്യാർത്ഥിയായിട്ട് അങ്ങനെ അവർ പ്രണയിച്ച് വിവാഹിതരായി. ഭയങ്കര മനസ്സിന് വല്ലാത്തൊരു ഫീൽ കേട്ടോ സത്യം നിങ്ങളോട് സംസാരിക്കുമ്പോഴും. കാരണം സായിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനോട്, നമ്മൾ തമ്മിൽ ഇന്നാ കാണുന്നത്, പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു 2 പേരുടെ ഒരു സെമിലിയാരിറ്റി നിങ്ങളുടെ തോന്നുന്നു കൊണ്ടിട്ട് എനിക്കെന്തോ ഞാൻ അവരോട് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. സൺലൈറ്റനും സമരേട്ടനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ. ഇപ്പം പക്ഷേ വർഷങ്ങളായിട്ട് 2012 ശേഷം അവരുടെ ഒരു ബന്ധമില്ല. നമ്പർ, പുള്ളിയുടെ പഴയ നമ്പർ മിസ്സായി. ഇപ്പോഴും എനിക്കറിയാം 63494995 ഗൾഫിലെ നമ്പറാണ്. അതെനിക്കിപ്പോഴും ബൈ ഹാർട്ടാണ്. പക്ഷേ പുള്ളിനെ അതിൻ്റെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കോൺടാക്ട് ചെയ്യാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ആ ഒരു നഷ്ടം, കാരണം നമുക്ക് ജ്യേഷ്ഠന് തുല്യമായിരുന്നു പുള്ളി. സനൽ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജ്യേഷ്ഠന് തുല്യം ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, എൻ്റെ ഒരു ഗുരു എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ സനൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് അറിയുന്ന ആളായിരിക്കും കേട്ടോ. സനലേട്ടൻ പക്ഷെ നാട്ടിലങ്ങനെ ഉണ്ടാവാറില്ല. ദുബായിലാണ് പുള്ളി? ദുബായ് തന്നെ. ദുബായിലാണ് ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം ഞാനൊരു 5-8 വർഷം ദുബായിൽ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് എനിക്കൊരു ഫീൽ. നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നത് പോലെ ഭയങ്കര സന്തോഷം. ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഗീത ഫാമിലി ആയിരുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് വീട്ടിൽ
പ്രോഗ്രാംസ് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ഇപ്പോൾ എന്തിനായാലും നമ്മൾ ചെറിയ മത്സരത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ അവിടെ കറക്റ്റായിട്ടൊരു ചിട്ടയുണ്ട്. കാരണം ഞാൻ അച്ഛനായിരിക്കും അല്ലെങ്കിൽ ചെറിയച്ഛനായിരിക്കും പാട്ട് പഠിപ്പിക്കുന്നുണ്ടാവുക. ചെറിയച്ഛനെ ക്ലാസിക്കൽ, ചെറിയച്ഛൻ റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു ചെമ്പൈ സംഗീത കോളേജിൽ. അപ്പോൾ പുള്ളിക്കാരനാണ് എന്നെ ക്ലാസിക്കൽ പഠിപ്പിച്ചത്. അപ്പോൾ ക്ലാസിക്കലാണെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കും. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ തിരുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അടുത്താണ്. അച്ഛൻ ഇങ്ങനെ 500 മാരൊക്കെ കസേരയിരിക്കും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് പാടി കൊടുക്കും. എന്നിട്ട് അതിൽ അച്ഛൻ അങ്ങ് തൃപ്തിയല്ലാത്ത അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം ഒക്കെ പുള്ളി പറയും. എന്നിട്ട് എനിക്ക് അവിടുന്ന് ഡെസിഷനൊക്കെ തന്നിട്ട് ഞങ്ങൾ മത്സരത്തിനൊക്കെ പോവാം. അത്രയും ഇത് അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10-20 വർഷമായി തോന്നുന്നു. ആദ്യത്തെ ഒരു സമ്മാനം, ഒരു പ്രൈസ് ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ്, ഒരു പ്രൈസ് ഉണ്ടാവും ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ കിട്ടുന്നത്? ആദ്യമായിട്ട് മത്സരിച്ചല്ല, ഞാൻ കൊയിലാണ്ടി ആർട്സ് കോളേജിൽ എനിക്ക് തോന്നുന്നു ട്രൗസർ ഇട്ട് ചെറിയ കുഞ്ഞായിരിക്കും അന്ന് പാടുന്ന പാട്ട്. പാടിക്കോ, 2 വരി പാടി. അന്നലുഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട്. ഈ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് കുട്ടി എന്നെ അവിടെ, ഞാൻ ആ ആർട്സ് കോളേജിൽ പിന്നീട് വലുതായി പോയപ്പോൾ കുട്ടികൾ അവിടെ വർക്ക് ചെയ്ത നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ് അത്. അതെ അതെ. സസ്നേഹമാണോ എന്ന് എനിക്ക് പുറപ്പാട് പാട് മാമൻ തന്നെ വിളിക്കുകയായിരുന്നു കുട്ടികളെ. ആ പാട്ട് അതുകൊണ്ട് ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ട്. പിന്നെ എന്നെ അമ്മ പഠിപ്പിച്ചൊരു പാട്ട്, അത് ഇതാണ്, മറ്റേ തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. ഈ പാട്ട് ഞാൻ ചെറുപ്പത്തിൽ പാടിയത് ഓർമ്മയുണ്ട്. പിന്നെ അതിന്റെ പാട്ട് എനിക്ക് ഓർമ്മയില്ല. അത് പാടി, അതാണ് ആദ്യമായിട്ട് പഠിപ്പിച്ച പാട്ട്. നല്ല സ്വരം കേട്ടോണ്ടിരിക്കാതെ. നിങ്ങൾ ഈ കോഴിക്കോടുകാർ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, കലാകാരന്മാർ ഒരുപാടുള്ള സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എൻ്റെ മനസ്സാൽ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല, എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചിരിക്കുന്ന, എനിക്ക് അത്ര ഇഷ്ടമാണ് എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ സാറ്. അദ്ദേഹം കോഴിക്കോട് സെറ്റിലായ ഒരു മനുഷ്യനല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ പുള്ളിയുടെ കുറേ സ്റ്റോറികളൊക്കെ വായിക്കാനുള്ള ഇട വന്നിട്ടുണ്ട്. അപ്പോഴും പുള്ളി പറയും, ഞങ്ങൾ കലാകാരന്മാരെല്ലാം ഒത്തുകൂടാറുണ്ട്, ചിലപ്പോൾ അതിൽ കുശുമ്പും ഉണ്ടാവാറുണ്ട്. പുള്ളി അങ്ങനത്തെ ഒരു വ്യക്തിയാണല്ല. സായി നല്ല സ്വരം കേട്ടുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. 2 വരിയും കൂടി പാടാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പാടാം. ഇപ്പോൾ ഇറങ്ങുന്ന ഇപ്പം സൈനികയുടെ വെള്ളിമേഘം എന്ന് പറഞ്ഞ സിനിമയിൽ 2 തമിഴ് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതേപോലെ തെളിവ് സഹിതം എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് ഞാൻ പാടിയത്. ഇതൊക്കെ ഞാൻ ട്രാക്ക് പാടുന്നതാണ്. പിന്നീട് ഡയറക്ടേഴ്സ് പറയും അത് സ്ട്രെയിറ്റ് ആക്കി അത് പറയും. അങ്ങനെയാണ് എനിക്ക് ആ ചാൻസ് കിട്ടിയത്. അതുപോലെ ഉരു എന്ന സിനിമയിൽ ഇപ്പം മാമക്കോയ് സാർ ലാസ്റ്റ് അഭിനയിച്ചിരിക്കുന്ന ഒരു പടമുണ്ടായി, ഉരു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മനസ്സിലായി. ഉരുവിലൊരു ഗസൽ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഓർമ്മയുണ്ട് അതിൻ്റെ വരികൾ? കണ്ണീർ കടലിൽ എന്നൊരു ഗസൽ മൂഡിലൊരു പാട്ടാണ്, എനിക്ക് ഓർമ്മയില്ല. അന്ന് റെക്കോർഡിങ് പാടി കൊടുത്തു എന്നല്ല, അങ്ങനെ പാടിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങുന്ന ഷോർട്ട് ഫിലിമായ ഇതിലൊക്കെ ഞാൻ 2 വരി പാടാറുണ്ട്. പിന്നെ സ്കോറിലും ബീജത്തിൽ വരുമ്പോൾ എൻ്റെ വോക്കൽ എന്തെങ്കിലുമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒരു നല്ലൊരു ഇതാണ് എനിക്ക്. ഒരു പല്ലവി, അനുപല്ലവി ഉൾപ്പെടെയുള്ള ഒരു എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഇഷ്ടമുള്ള ശ്രുതി വെച്ചോട്ടെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇല്ലില്ല, ഒരു പ്രശ്നമില്ല. ജബ് ദീപ് ജലേ ആനാ ജബ് शाम ढले आना जब दीप जले आना जब शाम ढले आना संगीत मिलन का भूल न जाना मेरा प्यार ना बिसराना जब दीप जले आना जब शाम ढले आना मैं पलकन डगर बुहारूंगा तेरी राह निहारूंगा मैं पलकन डगर बुहारूंगा तेरी राह निहारूंगा मेरी प्रीता काजल तुम अपने नैनों में मले आना जब दीप
चले आना जब शाम ढले आना. താങ്ക് യു. ഒന്നും പറയാനില്ല. കാരണം ഇതിനു വേണ്ടി ഒരു ദിവസം റെസ്പെക്റ്റ് ചെയ്ത് ഞാൻ പറയുന്നത്, സാർ ഫ്രീ ആകുമ്പോൾ നമുക്ക് സിനിമാക്കാർ കുറച്ച് പേര്, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി നമുക്കൊന്നൊരു ഗെറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം. കാരണം ഇത് നമുക്കൊരിക്കലും മടക്കാത്തൊരു സംഭവമാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു വട്ടം കാണും, ഒന്നുകൂടി ഇഷ്ടം തോന്നിയ 2 വട്ടം കാണും, 3 വട്ടം കാണും, 4 വട്ടം കാണുമായിരിക്കും. പക്ഷെ സംഗീതം എന്ന് പറയുന്നത് അതല്ല. അത്രയും നമ്മുടെ ഉറക്കത്തിൽ പോലും കാതുകൾ തുറന്നിരിക്കുന്നൊരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, നമ്മൾ ഉറങ്ങണേയിരിക്കാം. എനിക്ക് സ്വഭാവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം, എന്നാലും പാട്ടെന്ന് പറയുന്നത് നമ്മുടെ കാതുകളിൽ അതിങ്ങനെ അത്രയും എനിക്കതെല്ലാം ഇപ്പം ജനിക്കുന്ന കുട്ടികൾ തുടങ്ങിയിട്ട് പ്രായമായവരെ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. മോനെ സിനിമക്ക് പോവാ, ഞാനൊന്നുമില്ല, പാട്ട് വെച്ചോ, അങ്ങനെ പറഞ്ഞത് പ്രായമായുള്ളൂ. അങ്ങനെ തന്നെ അപ്പച്ചാ സിനിമക്ക് പോവാ, ഞാനൊന്നുമില്ല മോനെ, വേണമെങ്കിൽ എനിക്കൊരു പാട്ട് വെച്ച എന്ന് പറയും. വേറെ പാട്ടുകളോടുള്ള കമ്പം, ഉറക്കാനും അതേപോലെ കുട്ടികൾ കളിപ്പിക്കാനും ഒക്കെ പാട്ടാണ്. അതെ, അതിനോടുള്ളൊരു കമ്പം, അതിനുള്ളൊരു ഇമ്പം അത് വേറെ തന്നെയാണ്. വളരെ സന്തോഷം. പിന്നെ എറണാകുളത്താണോ സെറ്റിൽ ചെയ്തേക്കുന്നത്? ഞാൻ എറണാകുളം ശരിക്കും ഷട്ടിലാണ്. ഇടയ്ക്ക് എറണാകുളം വരും, അങ്ങനെ കൊയിലാണ്ടിയാണ് സ്റ്റുഡിയോ ഉള്ളത്. ഇപ്പോൾ കോഴിക്കോട് ഒരു സ്റ്റുഡിയോ ഉണ്ട്, കൊയിലാണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ അച്ഛൻ, അമ്മ, അച്ഛൻ, അതേപോലെ തന്നെ ചെറിയച്ഛൻ, ഇവരെല്ലാം ഒരു സംഗീത കുടുംബത്തിൽ ആണ് സായി ജനിച്ച് വളർന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ജനിച്ചൊരു കുടുംബം നോക്കുകയാണെങ്കിൽ പാട്ട് ചെയ്ത് പോരാ. സത്യം പറഞ്ഞാൽ എല്ലാവരും പാട്ട് അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അവർക്കില്ലാത്ത ഒരു സവിശേഷത സായിക്കുണ്ട്. ആ തിരിച്ചറിവ് നിങ്ങളിന്ന് വ്യവസായപരമായിട്ട്, മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റേജിലിരുന്നിട്ട് പാടാം. അതെ അതെ. ഇത് നിങ്ങളുടെ ചിലപ്പോൾ കാസറ്റും അതൊക്കെ അന്ന് കാലത്തൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ തൻ്റെ മരുമകൻ്റെ സ്വരം കാസറ്റിലൂടെയും അല്ലെങ്കിൽ ആ സ്വരം വേറൊരു ആർട്ടിസ്റ്റ് പാടി അഭിനയിക്കുന്നത് കാണുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിലുള്ള ഒരു സന്തോഷം തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമായി എപ്പോഴും. കാരണം അച്ഛനൊക്കെ നമ്മൾ ജനിച്ച ചില സാഹചര്യങ്ങളും ചില സ്ഥലങ്ങളൊക്കെ അതിന് എന്താ പറയുക, ചില പ്രതികൂല കാലാവസ്ഥകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ അച്ഛൻ അത്രയ്ക്ക് നല്ല മ്യൂസിക് ഡയറക്ടറാണ് അച്ഛൻ ഒരുപാട് പാട്ടുകൾ അച്ഛൻ്റെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കുട്ടികളൊക്കെ പ്രൈസ് വാങ്ങിയിട്ടും, അതുപോലെ പിന്നെ ഒരുപാട് നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ മ്യൂസിക് ചെയ്ത ഒരാളാണ് അച്ഛൻ. പക്ഷെ അച്ഛന് കിട്ടേണ്ട ഒരു തരത്തിലുള്ള അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും എത്തിയില്ല. അപ്പോൾ അച്ഛൻ്റെയൊക്കെ ഹോപ്സ് എന്ന് പറയുന്നത് ചിലപ്പം ഞാനായിരിക്കും. എൻ്റെ മോനിലൂടെ എനിക്കൊക്കെ എത്താത്ത നേടാൻ പറ്റാത്തത് ചിലപ്പോൾ എൻ്റെ മോനിലൂടെ നേടണം. അത് ആ കാഴ്ച കാണുകയാണെന്നുള്ളതാണ് അവരെ. അച്ഛനിപ്പോൾ നാട്ടിൽ അച്ഛൻ്റെ പ്രത്യേകത ആണ്, അച്ഛൻ കഴിഞ്ഞ ഗുരുപൂജ കേരള സംഗീത നാടക അക്കാദമി വിന്നറായിരുന്നു. കഴിഞ്ഞല്ല, അതിന് തൊട്ടടുത്ത്. ഞാൻ ചോദിച്ചതെന്നറിയാമോ, ഈ അടുത്ത് ചെറിയൊരു സംഭവം, പക്ഷെ അത് ചെറിയൊരു സംഭവമായിട്ടാണ് നമ്മൾ കേട്ടെങ്കിലും അത് ഭയങ്കര വലിയ സംഭവമായിരുന്നു. നിലാക്കായല്, മറ്റേ കളങ്കാവല്ല, ആ പാട്ട് പാടിയിരിക്കുന്ന ആ ഒരു ലേഡി, അവരെ ഈ പറഞ്ഞ പോലെ നമുക്ക് സത്യം അംഗീകരിച്ചേ പറ്റൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ എഴുതിയിരുന്നു, ഞാൻ ഒരിക്കലും സംഗീതത്തിലേക്ക് വരുമെന്ന് വിചാരിച്ചില്ല, പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പഠിപ്പ് പകുതിച്ച് മുടക്കേണ്ടി വന്നു. മകൻ അമ്മയുടെ ആ ഒരു സോങ് കളങ്കാവിലെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് മുജീബിന്റെ അസോസിയേറ്റ് അല്ലേ, അയച്ചു കൊടുക്കുകയും അത് കേട്ടപ്പോൾ അമ്മേനെ വിളിച്ച പാട്ട് പാടി. പക്ഷെ സത്യം പറയാല്ല, ഞാൻ ആ പാട്ട് കേട്ടപ്പോഴൊക്കെ എൻ്റെ വിചാരം പഴയ സുശീലാമ്മ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലാണ്. അതപ്പോൾ തമിഴ് മൂവിയിലെ പാട്ട്, സുശീലാമ്മയുടെ ഒക്കെ പാട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇവരാട്, എനിക്കതും അറിയില്ലായിരുന്നു ആ ക്രേറ്റസി, അത് ഇവരുടെ ഏതോ തമിഴ് മൂവിയിലെ പാട്ടാണെന്നാണ് ചിന്തിച്ചത്. പിന്നെയാണ് അത് മുജീബ് മജീദ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതെന്നും ഇങ്ങനെ ഒരു പയ്യന്റെ അമ്മയാണ് അത് പാടിയത്, ആ പയ്യനാണ് അമ്മക്കൊരു അവസരം ഉണ്ടായി കൊടുത്തതെന്നും. അത് ഞാൻ അതാണ് പറഞ്ഞു വന്നത്, വേറൊന്നുമല്ല. അച്ഛൻ എനിക്ക് തോന്നുന്നു തന്നെയാണ് എൻ്റെ ആഗ്രഹം. അച്ഛന് നേടാൻ പറ്റാത്ത അല്ലെങ്കിൽ അച്ഛന് ആഗ്രഹിച്ച ചില നേട്ടങ്ങൾ എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ, അച്ഛന് സന്തോഷം കിട്ടുന്ന രീതിയിൽ നമുക്കത് എന്തെങ്കിലും നേട്ടങ്ങൾ എത്തിച്ചു കൊടുക്കുക വീട്ടിലേക്ക് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ ഇത്രയും വലിയൊരു മ്യൂസിഷ്യൻ ആണെങ്കിൽ പുള്ളി മിക്കവാറും നിങ്ങളിലൂടെ മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു സിനിമക്ക് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുമെന്ന്
എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പറയാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് ഏത് സമയം ഇപ്പോഴത്തെ അങ്ങനെയാണല്ലോ, ഇപ്പോൾ ഒരു ഹുക്കാണല്ലോ, ഇപ്പം എങ്ങനെ ആ കിക്ക് അടിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം ഇപ്പം വരുന്ന പാട്ടുകാർ തന്നെ പെട്ടെന്നാണ് ഒരാളെ ഭാവി ഒരു നിമിഷം കൊണ്ടാണ് മാറി മറിയുന്നതൊക്കെ. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അല്ല ഇത്രയും പ്ലാറ്റ്ഫോംസുകളിലും ഇത്രയും അവൈലബിൾ ആണ് പാട്ടുകാർക്കല്ല. നമുക്കൊന്നും ചെറുപ്പത്തിൽ ആകെ ഒരു FM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും ആകാശവാണിയിൽ നമ്മൾ പോയി പാടുന്നു, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പാടി എന്തെങ്കിലും പത്രക്കട്ടി മ്യൂസിക് വരിക എന്നല്ലാതെ നമുക്ക് അവസരങ്ങൾക്ക് വളരെ കുറവായിരുന്നു. പിന്നീട് എൻ്റെ ഒരു കൗമാരപ്രായത്തിൽ വന്നാൽ ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ വരുന്ന തന്നെ അത് തന്നെ എനിക്ക് എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിലെത്തുന്നു. നമ്മൾ ചെറുപ്രായത്തിലൊന്നും നമുക്ക് അത്ര അവസരങ്ങൾ കിട്ടിയില്ല. ഇപ്പോൾ ഒരുപാട് ചാനലുകൾ എന്തിന് നമുക്ക് വീട്ടിലിരുന്ന് പാടി നമുക്ക് നമ്മളെ പാട്ട് മനസ്സിനെ എനിക്ക് ഭയങ്കര സന്തോഷം മനസ്സിൽ, സത്യം. കാരണം എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെ നമ്മൾ ഒരുപാട് പേരെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ വളരെ കൂൾ മൈൻഡിൽ ഇരുന്നിട്ട് എനിക്ക് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നത് എനിക്ക് സായിയോട്, സത്യം ഭയങ്കര അസൂയ തോന്നുന്നു. അത് ചിലപ്പോൾ സംഗീതമായിരിക്കും. അതെ അതെ, സംഗീത മ്യൂസിക് എന്നുള്ള വിഷയം സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഭയങ്കര ആർദ്രമാവും. മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഇടയ്ക്കായിട്ട് സംസാരിക്കണമെന്ന് വിചാരിക്കണ്ട. മിക്കവാറും 26-ാം തീയതി എന്ന് പറയുന്ന ദിവസത്തോടു കൂടി നിങ്ങളുടെ കരിയർ മാറും ഈ മാസം, അല്ലേ സാറേ? അത് ഉറപ്പായിട്ട്. കാരണം നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് മലയാള സിനിമ. നമുക്ക് എപ്പോഴും നമ്മളിപ്പോൾ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ല, നമ്മളെ ഉയർത്തിപ്പിടിക്കാൻ ചിലപ്പം ഏതെങ്കിലും കൈകൾ വേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ സൈനക്ക് ഇപ്പോൾ 1-2 പടങ്ങൾ തന്നെ, സൈനക്ക് ഫസ്റ്റ് പടം ചെയ്തപ്പോൾ തന്നെ സൈനക്ക് പിന്നെ എന്നെ വിട്ടില്ല. നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും വിടൂല. അപ്പോൾ ഒരു സിനിമ പോലും മൂപ്പർ പിന്നെ വേറെ ആർക്കും ചെയ്തില്ല. ആദ്യം വിളിക്കുക, അങ്ങനെ പടത്തിൻ്റെ ഒരു ടൈറ്റിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എനിക്ക് ആ മെസ്സേജ് വരിക, ഇങ്ങനെ പടം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് അതിനുള്ള വിശ്വാസം, ഞാനിത്തിരി ഇതായാലും ഇനിയിപ്പോൾ ലേറ്റ് ആയാലോ എന്തായാലും അത് മൂപ്പർക്ക് അറിയാം, അങ്ങനെ നന്നാക്കി ചെയ്തു കൊടുക്കുന്നുള്ള വിശ്വാസമായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ അങ്ങനത്തെ കൈകൾ നമുക്ക് പോലും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും കൈകളായിരിക്കും നമ്മളെ ഉയർത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. ഇപ്പം സൈനക്കാരുടെ ബലത്തിലാണ് ഞാൻ ഇപ്പോൾ 1-2 പടങ്ങൾ ചെയ്തത്. അല്ലാതെ കുറച്ച് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പടത്തിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് മാത്രമല്ല, ഇതൊന്നും നമ്മുടെ കയ്യിലെത്താതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമ എന്ന് പറയുന്നത് പലതും, ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മൂവിയുടെ മ്യൂസിക് ഡയറക്ടറായിട്ട് മുമ്പ് ഇവിടെ വന്ന് മടങ്ങിപ്പോയതാണ്. നമ്മൾ പോലും അറിയില്ല ചിലപ്പോൾ നമ്മൾ തെന്നി മാറുന്നത്. മഞ്ജു വാര്യർ അഭിനയിച്ച അതിന്റെ ഡയറക്ടർ ഞാൻ അതിനുവേണ്ടിയാണ് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അവസരങ്ങൾ വരുന്നതൊക്കെ നമുക്ക് എന്താ പറയുക, ഇതൊരു വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും അപ്പോൾ സൈനൊക്കെ അങ്ങനെ ഒരു വലിയ എനിക്ക് ഭാഗ്യം കൊണ്ടുതരുന്ന ഒരാളാണ്. വലിയ ഇയാളെ കൊണ്ട് ഞാൻ തോറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഭാഗ്യം കൊണ്ടേ കൊടുക്കാറുണ്ട്. ഇത് എനിക്ക് അച്ഛനോടും അമ്മേനോടും പറയാനുള്ളൊരു കാര്യം, സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഒരു മകനെ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു അച്ഛനെ അമ്മേനെ, അങ്ങനത്തെ ഒരു സംഗീത ഫാമിലിയെ, ആ ഫാമിലിയിൽ ജനിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം തന്നതിന് ദൈവത്തിനോടും നന്ദി. നിങ്ങൾ പറയുന്ന അച്ഛനോടും അമ്മേനോടും. കാരണം ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ അച്ഛനും അമ്മയുടെ ദൈവം തന്നെ. കാരണം നമ്മുടെ കണ്ണിൽ കാണുന്നവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. തീർച്ചയായും. എനിക്ക് തോന്നുന്നു സച്ചിനേട്ടൻ ഭയങ്കര സംഗീത പ്രേമിയാണെന്ന് തോന്നുന്നു. കാരണം സംഗീതത്തെ പറ്റി ഇപ്പോൾ സംസാരിക്കാൻ ഭയങ്കര വാചാലമുണ്ട്. ഇതെവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിൽക്കും തോന്നില്ല. ഇല്ല, അത് നിൽക്കില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ സംഗീതം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതി തന്നെയാണ്. പക്ഷെ അതിനേക്കാളുപരി ഞാൻ ഗൾഫിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഗൾഫിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ബാച്ചലർ ലൈഫ് എന്ന് പറയുന്നത് വേറെ, ഫാമിലി എല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ പോലും ബാച്ചലർ ലൈഫ് എന്ന് പറയുന്ന പ്രത്യേക ഒരു ലൈഫായിരുന്നു ആ സ്റ്റാർട്ടിങ് സമയത്ത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് തൃശ്ശൂരുകാർ ഫ്രണ്ട്സിന്, തൃശ്ശൂരുകാർ എനിക്ക് എൻ്റെ കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് തൃശ്ശൂരുകാർ, അവരായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അതിൽ ഷിയാദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത്, പുള്ളി കവിതകൾ നന്നായിട്ട് ആലപിക്കുന്ന ഒരാളാണ്. അതേപോലെ എരഞ്ഞോളി മൂസ എന്ന് പറഞ്ഞിട്ടൊരു മൂസക്കാരൻ്റെ പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. അത് ഇവൻ പാടി കേട്ടാണ് ഞാൻ പുള്ളിയെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഞങ്ങൾ ശരിക്കും പാട്ടുകൾ പാടി ഇങ്ങനെ കൂടും. അതാണ് എനിക്ക് സംഗീതം ഭയങ്കര ഇഷ്ടമുള്ള സംഗതി തന്നെയാണ്. പക്ഷേ ഈ മൂസക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് പറയാണ്. കാരണം മൂസക്ക 72ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. അപ്പോൾ മില്ലേനിയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ 72 പാട്ടുകൾ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് ഇപ്പോൾ മൂസക്കൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. ഒരു
ഒരു ഏകദേശം ഒരു 3 മാസം കൊണ്ട് ആ വർക്ക് തീർത്തത്. 72 പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ചാനലുണ്ടെന്നോ, യൂട്യൂബ് ചാനലുണ്ടെന്നോ? പുള്ളിയുടെ 1-2 പാട്ടുകളിൽ പൊന്നാരക്കരളെ നിൻ പൂമണി മാറത്ത് പൊന്നോല കൊണ്ടു മെടഞ്ഞോര കൊട്ടയിൽ, ഇത് പുള്ളിയുടെ തന്നെയാണെന്ന് എനിക്കറിയില്ല കേട്ടാ, പക്ഷെ ഇവൻ എപ്പോഴും പാടുന്ന പാട്ടാണ്. അതുപോലെ കുഞ്ഞീശു കുഞ്ഞിമോളെ നിന്നെയോർത്ത് ഞാനീ പട്ടുമുക്കിൽ കരളെരിഞ്ഞു, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയിലെ ഒരു സോങ് എൻ്റെ ആ ഒരു പഠിക്കുന്ന കാലഘട്ടത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. ആ പാട്ടായിട്ട് എന്തെങ്കിലും പ്രണയമോ അങ്ങനെ ഒന്നുമില്ല, പ്രണയമല്ല, പക്ഷെ ആ പാട്ട് വേറൊരു ഫീലാണ്. നമുക്ക് നമ്മുടെ ഫാമിലി, കുടുംബം, അമ്മ, ആ ഒരു ഫീലാണ്. ആ പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് 2 വരി ഒരു വരി പറഞ്ഞുതരാം, ഒന്ന് പാടിത്തരുമോ? പവനരച്ചെഴുതുന്നു കോലങ്ങളും നമ്മൾ വേദിയിലൊക്കെ പാടി പാട്ടാണ്. ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ഡെഡിക്കേഷൻ ചെയ്യാനുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ ഒരു പാട്ട് എന്നെ അറിയാവുന്ന ആ കാലഘട്ടത്തിലുള്ളവർക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. എൻ്റെ ഫ്രണ്ട്സിന്, അതേപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും, എൻ്റെ സിസ്റ്റർ, എൻ്റെ ബ്രദറിലോ, ഇല്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ പാടാം. എനിക്കെന്ത് പാടണമെങ്കിലും ശ്രുതി ഉണ്ടെങ്കിലും. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം. പകലകം പൊരുളിൻ്റെ ശ്രീരാജധാനിയിൽ ഹരിതകം വള്ളം നീർത്തി വരവേൽപ്പിനാർ. ഇതിലേ വരു സാമഗാന വീണ മീട്ടിയഴകി പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം. ഓക്കെ, കോളേജ് വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ മ്യൂസിക് അക്കാഡമിയിലേക്ക് പോയി, പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. പ്രീ ഡിഗ്രി എവിടെയായിരുന്നു? നാട്ടിൽ തന്നെ. എനിക്കറിയേണ്ട ഒരു കാര്യമാണ്, ചെമ്പൈയൊക്കെ വിട്. എന്തായിരുന്നു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലത്ത് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, അന്നെല്ലാം ഞാനൊരു ഈ കലാപ്രതിഭ കലാത്തിൽ പെട്ട എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുക എന്തായാലും. അത് വിട്ടിട്ടുള്ള അതുകൊണ്ട് തന്നെ എപ്പോൾ കോളേജിലായാലും നമുക്ക് സ്കൂളുകളിലായാലും ഒക്കെ നമുക്കൊരു ഹീറോ പരിവേഷം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയല്ല, പാട്ടുകാരോട് എപ്പോഴും എന്നെ പഠിപ്പിച്ച അധ്യാപകർ പോലും എന്താ പറയുക, അവർക്ക് എപ്പോഴും എന്നോട് അങ്ങനെ പാടുന്നതെന്നല്ല, നമ്മൾ പഠിക്കാൻ കുറച്ച് വീക്കായാലും നമ്മൾ പാട്ടുകാരെന്നുള്ളൊരു വലിയൊരു സ്നേഹം എപ്പോഴും ഉണ്ട്. എനിക്ക് സായിനോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ കോളേജ് ലൈഫ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ചെമ്പൈയിലേക്ക് പോയി. ചെമ്പൈ അവിടെ എത്ര വർഷം? 4 വർഷം നിന്നു. അതിനുശേഷം ഞാൻ പിന്നെ കച്ചേരിക്ക് ഇറങ്ങി? ഇല്ലല്ല, അതിനുശേഷം ഞാനങ്ങ് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ദുബായിൽ എന്തായിരുന്നു പരിപാടി? ദുബായിൽ ഞാനൊരു മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയിലായിരുന്നു. ദുബായിൽ ഈ പറഞ്ഞ പോലെ തന്നെ എത്ര ആളുകൾ നിങ്ങളെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്? ദുബായിലെ എന്താ പറയുക, മുക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജ പറഞ്ഞവർ അവിടെയുള്ള വരുന്ന അത്യാവശ്യം വലിയ ഇവന്റുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം എന്താ, ബ്ലെസി സാറ്, അതുപോലെ ജോഷി സാറ്, വേറൊരു ലെജൻഡ് കൂടെ അല്ലേ, ആ 3 പേരുടെ ഒരു ലെജൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സിനിമയിലെ പാട്ടുകൾ എല്ലാം എടുത്താൽ പോകാത്ത പാട്ടുകളാണ്. അങ്ങനെ ഒരു 19ഓളം പാട്ടുകൾ ഞാൻ മിഥുൻ ഹിറ്റ് എഫ് എമ്മിൽ പുള്ളിയായിരുന്നു ആങ്കർ ചെയ്യുന്ന ആ പ്രോഗ്രാം. ആ ഷോയുടെ മുഴുവൻ മെയിൽ സോങ്ങും ദാസറിൻ്റെ പാട്ടുകളായിരുന്നു എല്ലാം പാടിയത് ഞാനായിരുന്നു. ഫീമെയിൽ 1-2 സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ലജൻസിൻ്റെ മുന്നിൽ തന്നെ ഒരു ക്ഷണിക്കപ്പെട്ട സദസ്സായിരുന്നു അൽനാസറിൽ വെച്ചിട്ട്. അങ്ങനെയുള്ള ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ അവിടെ എത്തി, അൽനാസറിൽ എത്തി. സത്യം അത് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അത് മറക്കാൻ പറ്റില്ല. കാരണം കുറച്ച് കാലം ഉണ്ടായിരുന്നു, 2012 വരെ ഞാൻ അവിടെ ആയിരുന്നു. ദുബായിൽ നിന്ന് ഞാൻ വരാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഇത് തന്നെയാണ്, ഈ സിനിമാ സ്വപ്നം. നമുക്ക് അവിടെ എപ്പോഴും ഇങ്ങനെ ഈ സിനിമ എന്നുള്ളൊരു സാധനം എപ്പോഴും ഇങ്ങനെ കിടക്കും. അതിനോടുള്ളൊരു ആർത്തി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സത്യം കേട്ടോ.
നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും കല എന്ന് പറയുന്നത് മനസ്സിലുണ്ടെങ്കിൽ നമ്മളെവിടെ നിൽക്കില്ല, നമുക്ക് തിരിച്ച് വരണം എന്നുള്ള ചിന്താഗതി തന്നെ. ഞാൻ പോകുന്നു, വീണ്ടും റിട്ടേൺ വിളിച്ചു, പക്ഷേ ഇല്ല, ഒന്നില്ലെങ്കിൽ ഇവിടെ മതി എന്നുള്ള ചിന്താഗതി ആയിപ്പോയി. ഇതെല്ലാം ഒരു പാട്ടുകാരനായാലും അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന ആളായാലും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. അതെ. അപ്പോൾ അവിടെ എത്തുക എന്നുള്ളതാണ്. ഏതിപ്പോൾ ചിലരെല്ലാം പറയും, ഭയങ്കര വീമ്പോടെ പറയും സിനിമയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ ഒരു ഉള്ളിലെല്ലാം സിനിമ തരുന്നൊരു ഇമ്പാക്റ്റും നമുക്ക് സിനിമ തരുന്നൊരു ഇതൊക്കെ ഭയങ്കരം തന്നെയാണ്. ഇപ്പോൾ കളങ്കാവിൽ നിന്ന് സിനിമ എത്ര ചെറിയ ആർട്ടിസ്റ്റുകൾ പോലും അതിൽ അവർ എത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എല്ലാ പാട്ട് ഓർമ്മയുണ്ട്. കളങ്കാവിൽ പാട്ടറിയില്ല. സൂര്യ കിരീടം വീണുടഞ്ഞു, അത് ഓർമ്മയിലുണ്ടോ? അത് എനിക്ക് വേണ്ടല്ല, അത് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് സേനു ചാവക്കാടന് വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരൻ എന്നോട് ആവശ്യപ്പെട്ടാണ് സായി വരുമ്പോൾ ആ പാട്ട് ഒന്ന് പാടിപ്പിക്കണമെന്ന്. ഗിരീഷേട്ടൻ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു. അതായത് ഒരു വർക്കിനാണ് ഞാൻ യൂണിറ്റി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് കോഴിക്കോട് പരിചയപ്പെടുന്നത്. അപ്പോൾ അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ 1-2 ദിവസത്തെ ബന്ധമേ ഉള്ളൂ പുള്ളിയായിട്ട്, പക്ഷെ എൻ്റെ അച്ഛനായിട്ട് നല്ല ബന്ധമായിരുന്നു. അച്ഛനും ദുബായിൽ നിന്നൊക്കെയുള്ള നല്ല സുഹൃത്തുക്കളായിരുന്നു. അച്ഛനൊക്കെ മോതിരമൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്വർണ്ണ മോതിരം കൊടുത്തിട്ടുണ്ട് ഗിരീഷേട്ടൻ. അപ്പോൾ ഗിരീഷേട്ടൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ അങ്ങനെ ഒരു വലിയ മഹാ എഴുത്തുകാരൻ്റെ മുന്നിൽ നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു, നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. മഹാനായ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് പറഞ്ഞാൽ എന്താ പറയുക, നിർത്തൂല. പൊന്നുകൊണ്ട് വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കരിമ്പ് പാടം ഞാനേ ആ പാട്ടിന്റെ പ്രത്യേകത, അതിന്റെ പല്ലവി ഒന്ന് പറഞ്ഞ് കണ്ണ് നട്ട് കാത്തിരുന്നിട്ട് ആ സ്വരം ഞാൻ ആ സമയത്ത് സത്യം, കാരണം അത് ഗൾഫിലുള്ളവർക്ക് ഭയങ്കര ഒരു ആദരത്വം തോന്നുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇത് ഇന്ദ്രൻസേട്ടൻ പാടിയതാണ്. ശരിക്കും ഇന്ദ്രൻസേട്ടൻ്റെ ഒരേ അതേ ഭയങ്കര രസകരമായിട്ടാണ് വിദ്യാധരൻ മാഷ് പാടിയത്. പക്ഷേ ഇന്ദ്രൻസേട്ടൻ ഞാൻ കുറച്ച് കാലം ആ പാട്ട് കേട്ടപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് ഇന്ദ്രൻസേട്ടൻ, പിന്നെ അതിൻ്റെ ഇതെടുത്ത് നോക്കിയപ്പോഴാണ് വിദ്യാധരൻ മാഷ്. പക്ഷേ ഇത് ഭംഗിയായിട്ട് പാടിയത് അതറിയോ? ഒരു 2 പേര് ഓർമ്മയുണ്ടോ? നട്ട് കാത്തിരുന്നിട്ടും കരളിന്റെ കരിമ്പ്, ലിറിക്സ് മറന്നു. കട്ടെടുത്തതാരാണ്, കട്ടെടുത്തതാരാണ്. അല്ല ആ പാട്ടെന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത നമ്മള് എനിക്ക് ആ ലൈൻസ് എപ്പോഴും ഇങ്ങനെ ഓർക്കും ഞാൻ. കൽക്കണ്ട കരിമ്പ് പാടം കട്ടെടുത്തതാരാണ്, പൊന്നുകൊണ്ട് വേലിയിട്ടിട്ട് എന്ന് വെച്ചാൽ ഭാസ്കരൻ മാഷിന്റെ ഒരു ഭയങ്കര ഭാസ്കരൻ മാഷിന് ഭയങ്കര ഇതുണ്ട് പുള്ളിക്ക്. ഭാസ്കരൻ മാഷ് നാഴിയൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം എന്നൊക്കെ എഴുതിയ ഒരു ഭാഷ ഇതുണ്ട് ഗിരീഷേട്ടന്. ഒരുപാട് പാട്ടുകൾ എനിക്ക് ഭാസ്കരൻ മാഷ പാട്ടുകൾ ഗിരീഷേട്ടൻ എഴുതിയാൻ തോന്നും. പാട്ടുകൾ, പഴയ പാട്ടുകൾ. എന്ത് ലിറിക്സാണ് സത്യം. ഇന്നത്തെ ഏതെങ്കിലും ഒരു പാട്ട് ഉണ്ടാവും എന്ന് പറയാനായിട്ട് നമ്മൾ ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്താനല്ല, ഒരു ഗായകരെയോ അല്ലെങ്കിൽ ഒരു ലിറിക്സ് എഴുതാൻ പറ്റുമോ? അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു. കാരണം അമ്മ മഴക്കാറിന് കണ്ണെന്ന് വെച്ചാൽ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കണ്ണ് നനയുക എന്ന് എന്തൊരു കാവ്യ ഭാവനയാണ്. കാവ്യ ഇതാണ്, അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള. വേണ്ട ഒന്നും പോട്ടെ, എനിക്ക് ഇത് ആരാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയെന്ന് എനിക്കറിയില്ല. ഒരു കൊമേഴ്ഷ്യൽ മൂവി, പപ്പയുടെ സ്വന്തം അപ്പൂസ്, അതില്ല സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും. പക്ഷെ അതിൻ്റെ ആ ലിറിക്സ്, അതിൻ്റെ ഇടയിൽ വന്ന അനുപല്ലവിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു ഭയങ്കര മീനിങ് അല്ലേ. അതെ അതെ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം എനിക്ക് സായിനെ ഞാൻ വിടൂല.
എനിക്ക് തോന്നുന്നു സച്ചിനായിട്ടും നമ്മൾക്കിത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്യില്ല. എന്തായാലും നമുക്ക് കാരണം കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവസാനമില്ലാത്തൊരു സംഗതിയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കാര്യത്തിനും നമുക്ക് എവിടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോറി നമ്മൾ വായിച്ചു തുടങ്ങിയാൽ അതിനൊരു എൻഡ് ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരണം, തേർഡ് പാർട്ട് വരണം, എന്നാലും അത് എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണം. പക്ഷെ മ്യൂസിക് എന്ന് പറയുന്നത് അതൊരിക്കലും അവസാനമില്ലാത്ത തീർച്ചയായിട്ടും ഒരു കലയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അത് അതിനെ വറക്കാനായിട്ട് ഒരാൾക്ക് പറ്റില്ല. ദൈവത്തോട് ഭയങ്കര കടപ്പെട്ടിരിക്കുക. കാരണം അതിനെ സംഗീതത്തിൽ അതിനെ ഉപാസിക്കാനും അതിൽ തന്നെ നമുക്ക് ജീവിക്കാനും കഴിയാന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ഒരുപാട് കലാകാരന്മാർ സംഗീതത്തെ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത അറിയോ സായിക്ക്? ഒരു മരണ വീട്ടിൽ സിനിമ വെക്കാൻ പറ്റില്ല, പക്ഷെ വലിയ വലിയ ആൾക്കാർ മരിക്കാൻ നേരത്ത് അവിടെ ആരെങ്കിലും സംഗീതം അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സിനിമ കണ്ടുകൊണ്ട് ചിലപ്പോൾ ആരും, ഇപ്പോഴത്തെ കാലഘട്ടം എനിക്കറിയില്ല എങ്ങനെയെന്നുള്ളത്, ഇപ്പം അതും ചെയ്യും. പക്ഷെ എന്നാലും മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നൊരു വലിയൊരു സംഭവം തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ മ്യൂസിക്കിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവസാനമില്ലാത്ത ഒരു, എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള സന്തോഷ് ചേട്ടൻ, അദ്ദേഹം നന്നായിട്ട് പാടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് 2 മക്കളും നന്നായിട്ട് പാടും, പിള്ളേർ. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ഇവിടെ രാവിലെ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യണ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ഭയങ്കര രസം, ഞാനതിങ്ങനെ ആസ്വദിക്കും. കാരണം നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ സമയം ഒരുപാട് ടൈം നമുക്ക് വേണ്ടിയിട്ട് സൈ തന്നു എന്ന് എനിക്ക് മതിയായിട്ടില്ല കേട്ടോ. എനിക്ക് ഒരുപാട് പാട്ടുകൾ, എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് നിങ്ങളുടെ നിന്ന് ഞാൻ നേരത്തെ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, പാടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ പാട്ടുകളുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും. അപ്പോൾ ഇനി ഒരിക്കലും നമുക്ക് എന്തായാലും നമുക്കൊന്ന്, അതെ, ആ ഹാർമോണിയം കേട്ട് ഇരിക്കാമല്ലേ, സന്തോഷം. അപ്പോൾ JC സ്റ്റുഡിയോ ഒന്ന് പറഞ്ഞേക്കെന്തെങ്കിലും. JC സ്റ്റുഡിയോക്ക് ഒരുപാട് നന്ദി. ഇത്രയും നേരം ഇത്രയും മനോഹരമായിട്ട് നമ്മളോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. പലരും ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും അതുപോലെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനത്തെ യാതൊരു ഇതുമില്ലാതെ വളരെ ആർദ്രമായിട്ട് വളരെ സൗമ്യമായിട്ട് ഇത്രയും മനോഹരമായിട്ട് ആങ്കർ അല്ലാതെ പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോയ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, മോശമല്ല. സച്ചിനാണ് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. ഒരുപാട് വിവരങ്ങളെത്തട്ടെ. താങ്ക് യു വെരി മച്ച്. അവസാനമായിട്ട് ഒരു 2 വരി ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 വരി മതി, അത് പറഞ്ഞ് നമുക്കത് നിർത്താം. കുങ്കുമം പൂക്കും കുന്നിന്മേലൊരു കുഞ്ഞിളം കിളി പാടുന്നു, അമ്പലം ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം പെയ്യുന്നു, വെള്ളിയാഴ്ച പുലർച്ചയോ ഉള്ളോർ പൂങ്കൂടം പൊട്ടുന്നു, നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു, നന്മ മാത്രമളക്കുന്നു. നന്മ മാത്രം അളക്കട്ടെ, നന്മ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു.